എല്ലാ കൂട്ടുകാർക്കും കൂൾ ഷോർട്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാൽ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കഴിക്കാൻ ഒത്തിരി ടേസ്റ്റുള്ള ഈ ഒരു പാൽ പൊറോട്ടയ്ക്ക് പ്രത്യേകിച്ച് കറികൾ ആവശ്യമൊന്നുമില്ല. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാൽ പൊറോട്ട എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 4 കപ്പ് മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ 4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ്. ഈ നെയ്യിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കരുത്. പകരം റിഫൈൻഡ് ഓയിൽ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് 2 കോഴിമുട്ടയാണ്. ഞാനിപ്പോൾ 4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടാണ് ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഇതിൽ കുറച്ചാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 കോഴിമുട്ടയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഈ കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യുക. ഇനി എല്ലാം കൂടെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സാധാ പൊറോട്ടയൊക്കെ കുഴച്ചെടുക്കുന്നത് വെള്ളം ഉപയോഗിച്ചിട്ടാണല്ലോ. അപ്പോൾ ഈ ഒരു പാൽ പൊറോട്ട കുഴച്ചെടുക്കുന്നത് നമ്മൾ പാൽ കൊണ്ടാണ്. ചെറിയ ചൂടുള്ള പാൽ വേണം ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ആദ്യം സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം കൈ വെച്ചിട്ട് നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുക്കണം. അപ്പോൾ സ്പൂൺ കൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഈ രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. പറ്റുമെങ്കിൽ 1-2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാൽ അത്രയ്ക്കും നല്ലതാണ്. നമ്മുടെ പൊറോട്ട നല്ല പെർഫെക്റ്റായി കിട്ടും. ഞാനിപ്പോൾ ഏകദേശം 3/4 മണിക്കൂറിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യണത്. ഇനി ഇതിൽ നിന്നും ബോളുകളാക്കി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കണ ആ ഒരു ബോളിനെക്കാട്ടിലും ഒരല്പം കൂടെ വലുപ്പത്തിലുള്ള ബോളുകളാക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഈ ഒരു പാൽ പൊറോട്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവ് വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കുക. ചില ആളുകളൊന്നും മൈദമാവ് ഉപയോഗിക്കാത്തവരാകും. അവർ ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നുകൂടെ ടേസ്റ്റ് ഈ ഒരു മൈദമാവ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുമ്പോഴാണ്. ഈ ഒരു സൈസിലുള്ള ബോളുകളാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ ചപ്പാത്തി പലകയുടെ മുകളിൽ വെച്ചിട്ടോ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ചപ്പാത്തി പലക യൂസ് ചെയ്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. പരത്തിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി സാധാരണ ഒരു ചപ്പാത്തിയുടെ ആ ഒരു സൈസിൽ ഇതൊന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ ഈ റൗണ്ടിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരല്പം നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ നെയ്യാണെന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം മുകളിലായിട്ട് ഒരല്പം കോൺഫ്ലവർ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം പാൽപ്പൊടി യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടി യൂസ് ചെയ്യുക. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ 2 ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ശേഷം അതിന് മുകളിലായിട്ട് വീണ്ടും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് മുമ്പ് കണ്ണുവെച്ച പത്തിരിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വീണ്ടും പരത്തിയെടുക്കണം. ബാക്കിയുള്ള എല്ലാ മാവും ഞാൻ അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വച്ചിട്ടുള്ളതെന്നും ഓരോന്നും എടുത്തിട്ട് വീണ്ടും പരത്തിയെടുക്കണം. അപ്പോൾ അതെങ്ങനെ പരത്തുന്നത് വെച്ചാൽ സ്ക്വയർ ഷേപ്പിൽ കിട്ടുന്ന ആ രീതിയിൽ തന്നെയാണ് പരത്തി കൊടുക്കേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് പരന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ പരത്തിയെടുക്കുക. പിന്നെ ഒരുപാടങ്ങ് കനം കുറച്ച് പരത്ത വേണ്ട. അത്യാവശ്യം ഒരു കട്ടിയിലായിരിക്കണം ഇത് പരത്തിയെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു കട്ടിക്ക് പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലൊരല്പം ഓയിലോ നെയ്യോ ഒന്ന് തടവി കൊടുക്കണം. ശേഷം പരത്തി വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇതിന് മുകളിലായിട്ട് വീണ്ടും
നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ സമ്മതിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു ഭാഗം ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗവും അതുപോലെ ചുട്ടെടുക്കുക. ഇത് ഡ്രൈ ആയി പോകുന്ന സമയത്തൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ രീതിയിൽ രണ്ട് ഭാഗവും ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ആദ്യത്തെ പാൽ പൊറോട്ട തയ്യാറായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കുക. ഞാനിപ്പോൾ പരത്തി വെച്ചിട്ടുള്ള എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെയാണ് കഴിക്കാനും ഒത്തിരി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കറികൾ ആവശ്യമൊന്നുമില്ല. എങ്കിലും നോൺ വെജ് കറികളുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ പാൽ പൊറോട്ട തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.